أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ യുദ്ധത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലി ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം. അതിലെ 29 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിന്റെ തുടർച്ചയാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച്, നാളത്തെ ആഖിറത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന, ഖുൽ, നബിയെ പറഞ്ഞു കൊടുത്തു. ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുഹു അല്ലാഹ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മറച്ചു വെച്ചതും നിങ്ങൾ തെളിച്ചു കാട്ടിയതും അഥവാ നിങ്ങൾ വ്യക്തമാക്കിയതും എല്ലാം യഅലമുഹു അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. ഇവിടെ പ്രവർത്തനമല്ല, പുറമേക്ക് കാണിച്ച പ്രവർത്തനത്തിനെ സംബന്ധിച്ചല്ല അല്ലാഹു പറഞ്ഞത്. അത് പല ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ അറകളുടെ ഉള്ളിൽ, ഒരു പക്ഷേ ആ മനുഷ്യനല്ലാതെ മറ്റാരുടെയും മുന്നിൽ തുറക്കപ്പെട്ടിട്ടില്ലാത്ത അറകളുടെ ഉള്ളിലുള്ള രഹസ്യ പരസ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന്. വലിയ ഗാംഭീര്യമുള്ളൊരു വാക്കാണ്, മനുഷ്യരെ ചിന്താകുലരാക്കുന്ന ഒരു വാക്കാണ്. ആളുകൾ കാണുന്ന പ്രവർത്തനമോ അല്ലെങ്കിൽ കാണാത്ത പ്രവർത്തനമോ അറിയുക എന്നുള്ളതല്ല. ഹൃദയത്തിൻ്റെ തുടിപ്പ് പോലും, അവിടുത്തെ ആലോചനകൾ പോലും, അവിടുത്തെ ചിന്തകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും നബിയെ ഉമ്മത്തിന്. മാത്രമല്ല വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സകലതും
വളരെ കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. പടച്ചവൻ അതിനെല്ലാം കഴിവുള്ളവനാണ്. അവിടെ യാതൊരു സംശയത്തിനും ഇടയില്ല. എല്ലാത്തിനും അല്ലാഹു കഴിവുള്ളവനാണ്. രഹസ്യം പരസ്യം വ്യക്തമാക്കി അവ്യക്തമാക്കി വെച്ചിരിക്കുന്നത്, സമയങ്ങള്, കാലങ്ങള്, ദിവസങ്ങള്, മിനിറ്റുകള്, സെക്കൻഡുകള്, ഭൂമിയുടെ ഉള്ളിലുള്ളത്, ഭൂമിയുടെ പുറത്തുള്ളത്, ആകാശത്തിന്റെ ഉള്ളറകളിലുള്ളത്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, സമുദ്രം, പർവ്വതം, പെയ്യുന്ന മഴ, മഴയുടെ തുള്ളികൾ, ഇതെല്ലാം വളരെ കൃത്യമായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളി, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളി. ബഹുമാനമുള്ളവരെ, ഇന്ന് ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്നത് വാനലോകത്തിനെ സംബന്ധിച്ചാണ്. ഇന്ന് ശാസ്ത്രലോകത്ത് ഏറ്റവും കൂടുതൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്, ഗവേഷണ നിരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാനലോകത്തെ സംബന്ധിച്ചാണ്, ആകാശത്തെ സംബന്ധിച്ചാണ്. ആ ആകാശത്തെ സംബന്ധിച്ചുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു? ഒന്നാം ആകാശത്തിൽ എത്തിയിട്ടില്ല. ഒന്നാം ആകാശത്തിൽ എത്തിയിട്ടില്ല. അവിടുത്തെ പഠനം തീർന്നിട്ടില്ല. ഇനിയും ഏറെ എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ കിടക്കുന്നു ഒന്നാം ആകാശത്തിൽ. പിന്നെയും കിടക്കുകയാണ് ആകാശങ്ങൾ. മുകളിലോട്ട് വീണ്ടും ആകാശങ്ങൾ കിടക്കുകയാണ്. രണ്ടാം ആകാശം, മൂന്നാം ആകാശം, നാലാം ആകാശം. ഇതെല്ലാം തീർന്നാലോ വിശാല വിസ്തൃതമായി കിടക്കുന്ന സമുദ്രം, അതിന്റെ പഠനം എങ്ങും എത്തിയിട്ടില്ല. മനുഷ്യൻ തൊട്ടിട്ട് പോലില്ല എന്നുള്ളതാണ് ശാസ്ത്രലോകം പറയുന്നത്. കടലിനെ സംബന്ധിച്ച് അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് കടല്. അത്ഭുതങ്ങളുടെ കലവറയാണ് കടല്, സമുദ്രം. അതിന്റെ പഠനം തുടങ്ങിയിട്ട് പോലുമില്ല. അതിന്റെ ഔട്ട്സൈഡിലുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഇന്ന് ശാസ്ത്രലോകത്തിന് വ്യക്തമായിട്ടുള്ളൂ. എത്രയേറെ രഹസ്യങ്ങൾ ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നു കടല്. മഹാത്ഭുതം, മഹാത്ഭുതം. അപ്പോൾ മനുഷ്യന്റെ അറിവ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയപ്പെടുന്നത് വളരെ പരിമിതമാണ്. അല്ലാഹുവിന്റെ അറിവിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഒറ്റ ആയത്താണ് ഈ പറഞ്ഞ ആയത്ത്. ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുഹുല്ലാഹ്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അറകളുടെ ഉള്ളിൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്ന രഹസ്യ പരസ്യങ്ങൾ, ചിന്താമണ്ഡലങ്ങൾ, ഇത് കൃത്യമായി അറിയുന്നവൻ അല്ലാഹ്. ആകാശഭൂമികൾ, ഈ പ്രപഞ്ചത്തിൽ അഖിലത്തിലും എല്ലാം ദൃശ്യവും അദൃശ്യവും എല്ലാം സകലതും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ അറിവ് എത്രത്തോളം അപാരമാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, യൗമ, ഒരു ദിവസമുണ്ട്, ഒരു ദിവസമുണ്ട്. തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂ. അല്ലാഹു പറയുകയാണ്, ഓരോ മനുഷ്യനും താൻ ചെയ്ത നന്മയുടെയും തിന്മയുടെയും ഫലം നേരിൽ കണ്ട് അറിയുന്ന, നേരിൽ കണ്ട് മനസ്സിലാക്കുന്ന ഒരു ദിവസം ഇതാ വരാനിരിക്കുന്നു. ഒരു ദിവസം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. മനുഷ്യൻ ഒരുപക്ഷെ മറന്നുപോയത്, കഴിഞ്ഞത് മറന്നുപോയത്, മറവി മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. മറക്കാൻ ശ്രമിക്കുന്നവനാണ് മനുഷ്യൻ കഴിഞ്ഞ കാലങ്ങൾ. പക്ഷേ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിലേക്ക് ഇട്ടുതരുന്ന ഒരു ദിവസമുണ്ട്. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, പ്രവർത്തിച്ച സകലതും നമ്മുടെ നേരിട്ട് മുഖാമുഖം കണ്ടറിയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ തവദ്ദു ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദ. ഓരോ മനുഷ്യനും അന്ന് കൊതിച്ചു പോകും, അന്ന് ആഗ്രഹിച്ചു പോകും. എന്താണ്? ആ ദിനം തന്നിൽ നിന്ന് ഏറെ ദൂരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത്ര പെട്ടെന്നൊന്നും എന്നെ കൊണ്ട് കാണിക്കേണ്ടിയില്ലായിരുന്നു. വളരെ ദൂരമായിരുന്നുവെങ്കിൽ, കുറേ നാളുകൾക്ക് ശേഷമായിരുന്നുവെങ്കിൽ, കുറേ ദൂരം, ബഹുദൂരമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നാളെ ഓരോ മനുഷ്യനും ആഗ്രഹിച്ചു പോകും, കൊതിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷയെ സംബന്ധിച്ച് അവൻ താക്കീത് നൽകുകയാണ്. സൂക്ഷിച്ചുകൊള്ളിൽ. അല്ലാഹു സൂക്ഷിക്കാൻ കൽപ്പിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ നഫ്സിനെ സൂക്ഷിച്ചുകൊള്ളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെ കൊണ്ട് താക്കീത് നൽകുന്നു. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും
അള്ളാഹു അവന്റെ അടിമകളോട് വലിയ ദയാലുവാണ്, വലിയ ദയയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ രണ്ട് ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ ആഴവും പരപ്പും. രണ്ടാമത്തത്, നാളെ ഖിയാമത്ത് നാടിന്റെ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും സുന്ദരമായ നിമിഷത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ടിത് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അള്ളാഹു, ഈ പടച്ചവനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ മഹബ്ബത്ത് വെക്കുന്നുവെങ്കിൽ നബിയെ ആ ജനങ്ങളോട്, ഉമ്മത്തിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ. അപാരമായ ഖുദ്റത്തിന്റെ ഉടമസ്ഥനായ, രഹസ്യവും പരസ്യവും അറിയുന്ന, എല്ലാത്തിനും കഴിവുള്ള മനുഷ്യൻ ഭൂമി ലോകത്ത് വെച്ച് ചെയ്ത നന്മയും തിന്മയും മുഴുവനും നാളെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുന്ന, കഠിനമായി മനുഷ്യരെ ശിക്ഷിക്കുന്ന, അവന്റെ അടിമകളോട് അങ്ങേറ്റം ദയയും കാരുണ്യവും കാണിക്കുന്ന ആ അള്ളാഹുവിനെ നിങ്ങൾ മഹബ്ബത്ത് വെക്കുന്നുവെങ്കിൽ, ആ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ പ്രിയപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നബിയെ ഒരു കണ്ടീഷൻ അവരോട് പറഞ്ഞു. എന്താ കണ്ടീഷൻ? ഫത്തബിഊനി, അങ്ങയെ പിൻപറ്റാൻ പറയും, എന്നെ പിൻപറ്റണം എന്ന് പറയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷക്കാലത്തെ ഖുർആനിക ജീവിതം, ഏറ്റവും സുന്ദരമായ ജീവിതം, ആ ജീവിതത്തെ പിൻപറ്റാൻ പറയും, പിൻപറ്റാൻ പറയും. എങ്കിലോ യുഹ്ബുബുക്കുമുല്ലാഹ്, അല്ലാഹു അവരെ സ്നേഹിക്കും, അല്ലാഹു അവരെ സ്നേഹിക്കും. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു അവർക്ക് മാപ്പ് കൊടുക്കും. പല കഠിന പാപങ്ങൾ ചെയ്തിട്ടാണെങ്കിലും അല്ലാഹു തആല താങ്കളെ പരിഗണിച്ചുകൊണ്ട്, താങ്കളുടെ സുന്നത്തിനെ പിൻപറ്റിയവരാണല്ലോ, താങ്കളെ ഇത്തിബാഅ് ചെയ്ത് കഴിയുന്ന ആളുകളാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ്, ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ്. മഹതിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഈ ആയത്തിന്റെ വിശദീകരണമാണ് നമ്മുടെയൊക്കെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ആയിഷ റളിയല്ലാഹു പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ദീനിനോട് ഹുബ്ബ് വെക്കുകയാണെങ്കിൽ, ആ ഹുബ്ബ്, ദീനിനോട്, എനിക്ക് ഇസ്ലാമിനോട് വലിയ സ്നേഹമുണ്ട്, ഞാൻ ദീനിനെ സ്നേഹിക്കുന്നയാളാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, അത് പറച്ചിൽ യാഥാർത്ഥ്യമാണ് എങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കണം. ആ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അള്ളാഹുവിന്റെ റസൂൽ ആ ജീവിതത്തിൽ ഉടനീളമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണമെന്ന് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾ പറഞ്ഞതായിട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? സഹീഹായ ഹദീസിൽ കാണാൻ കഴിയും, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഹാദാ ഫഹുവ റദ്ദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ചര്യയല്ലാത്തത്, ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടല്ലാത്തത്, ഞാൻ പറയാത്തത്, ഞാൻ മൗനം അവലംബിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച് കാണിച്ചത് നിങ്ങൾ ദീനകത്ത് കടത്തിക്കൂട്ടിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ചര്യയിൽപ്പെടാത്തത്, എന്റെ സുന്നത്തിൽപ്പെടാത്തത് ഇത് ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എടുത്ത് അണിയുകയാണ് എങ്കിൽ അത് നിങ്ങൾ തള്ളിക്കളഞ്ഞേക്കണം. ഫഹുവ റദ്ദുൻ, അത് റദ്ദ് ചെയ്യേണ്ടതാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ, സുന്നത്തിന് വലിയ പ്രാധാന്യമാണ്. ഒന്ന്, അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാൻ, അള്ളാഹുവിനോടുള്ള സ്നേഹം ലഭിക്കാൻ. രണ്ടാമത്തത് പാപകർമ്മങ്ങളുടെ പുറത്തു കിട്ടാൻ. മൂന്നാമത്തത് നമ്മുടെ ഈമാനിന്റെ സംരക്ഷണ കവചം കൂടിയാണ്. ഈമാനിനെ എപ്പോഴിങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇത്ബാഉ സുന്നത്താണ്, 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 സുന്നത്തായ ജീവിതമാണ്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇത് 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, നാലാമതായി അള്ളാഹു പറഞ്ഞു, ഖുൽ, വീണ്ടും നബിയെ അങ്ങ് അവരോട് പറയും. ഇതിനെല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗം എന്താണ്? അത്തിയുല്ലാഹ വറസൂല, ഖുൽ അത്തിയുല്ലാഹ വറസൂല. ഒന്ന്, അള്ളാഹുവിനെ വഴിപ്പെടാൻ പറയുന്നു. നബിയെ അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് വഴിപ്പെടാൻ പറയും. പോരാ, വറസൂല, റസൂലിനെയും വഴിപ്പെടാൻ പറയും.
ഉലമാക്കൾക്കറിയാം, ഇവിടെ അത്ഫിന്റെ വാവ് വറസൂല എന്ന് പറഞ്ഞ അത്ഫിന്റെ വാവ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വാവാണ്. 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്, ഖുർആനിൽ കാണാൻ കഴിയുന്നത്, ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. എന്താ അതിന്റെ താല്പര്യം? ഇത് രണ്ടും ഒരുമിച്ച് കൂടിയാൽ മാത്രമേ ഒരു മനുഷ്യനിൽ ഈമാൻ, ദീൻ സമ്പൂർണ്ണമാവുകയുള്ളൂ. ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പൂർണ്ണമാവുകയില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം അള്ളാഹു ബോധിപ്പിക്കുകയാണ്. ഖുൽ അത്തിയുല്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ചു, അള്ളാഹുവിനോട് മഹബത്ത് വെച്ചു, അള്ളാഹുവിനെ അനുസരിച്ചു. പക്ഷെ റസൂലിനെ കൈയൊഴിഞ്ഞു, റസൂലിന്റെ ചര്യയൊന്നുമില്ല, സുന്നത്തൊന്നുമില്ല എങ്കിൽ അള്ളാഹുവിനോട് കാണിച്ച മഹബത്തും അള്ളാഹുവിന്റെ വഴിപ്പെടലും പൂർണ്ണമാവുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത്തിയുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും വഴിപ്പെടാൻ വേണ്ടി നമ്മൾ പറയും നബിയെ. ഫഇൻ തവല്ലൗ, പറയുക മാത്രമേ ഉള്ളൂ. ഫഇൻ തവല്ലൗ, ഇനി അത് അനുസരിക്കാതെ ആളുകൾ അത് പിൻപറ്റാതെ അതിന് തള്ളിക്കളഞ്ഞുകൊണ്ട് ആളുകൾ നടക്കുകയാണെങ്കിൽ, ആളുകൾ അതിനാണ് താല്പര്യം കാണിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, സത്യനിഷേധികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. സത്യനിഷേധികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങളുടെ കഥകൾ തന്നെ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കും. നഊദു ബില്ലാഹി, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് ഈ ആയാത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഞാനും നിങ്ങളും എൻ്റെ പ്രിയമുള്ളവരെ വലിയ താല്പര്യം കാണിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ലോകം ഇന്ന് സുന്നത്തിന് വേണ്ടി, നബിതങ്ങളുടെ സുന്നത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് വേണ്ടി ഇന്ന് ലോകം ദാഹിക്കുകയാണ്, ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അമേരിക്കയിൽ സമ്മേളനം നടക്കുകയാണ്. ലോക സമ്മേളനം എന്നാണ് അതിനറിയപ്പെടുന്നത്. ലോക സമ്മേളനം, ദഅവത്തിന്റെ പരിശ്രമത്തിന്റെ പേരിലുള്ള സമ്മേളനം നടക്കുകയാണ്. നമ്മളൊക്കെ പാശ്ചാത്യന്മാർ എന്ന് പറയുന്ന ആ രാജ്യത്ത് നടക്കുകയാണ്. ഈമാനിക സംസാരം നടക്കാൻ പോവുകയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ശരീരപ്പറ്റി സംസാരം നടക്കാൻ പോവുകയാണ്. ലോകം കാതോർക്കുകയാണ്. എവിടം വരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെ കണ്ണിയാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാണ്.